വരാനിരിക്കുന്ന റിസൾട്ട് ഓർത്തുകൊണ്ടല്ല യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യൻ ഭയപ്പെടേണ്ടത്. അല്ലാഹുവിലും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ ഭയപ്പെടേണ്ടതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഈ വരാനിരിക്കുന്ന ഭയാനകമായ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നാം ഓർക്കണം, ഭയപ്പെടണം. ദുനിയാവിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ സംഗതികളെ ഓർത്തുകൊണ്ട് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, ഭൂമി കിടകിട വിറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമിയിൽ വിഴുങ്ങിയതായ, ഭൂമിയിൽ അടക്കം ചെയ്തതായ മയ്യത്തുകൾ. ഇന്ന് നാം ഒരു മുസ്ലിയാരുടെ ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുപോയി വെച്ചു. ആ മയ്യത്തുകളെല്ലാം ഭൂമി പുറന്തള്ളുന്നതാണ്. അങ്ങനെ ഭൂമി പുറന്തള്ളുന്ന ഒരു ദിവസമുണ്ട്. മാത്രമല്ല വഖാലൽ ഇൻസാനു മാ ലഹാ, ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ, ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം മയ്യത്തിനെയെല്ലാം ഭൂമി പുറന്തള്ളുമ്പോൾ മനുഷ്യര് പറയും മാ ലഹാ, ഈ ഭൂമിക്ക് എന്തു പറ്റി, മാ ലഹാ, ഭൂമിക്ക് എന്താണ് സംഭവിച്ചത്. എന്നിട്ട് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഇത് ഓർത്തുകൊണ്ട് മുഅ്മിനേ നാം ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽസിലത്ത് എന്ന സൂറത്തിലൂടെ അടുത്ത ആയത്തിലൂടെ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. മുഅ്മിനായ മനുഷ്യൻ ഓർത്തുകൊണ്ട് സങ്കടപ്പെടണം. ചില ഉസ്താദുകളിലോ ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്തിന് ഓതുന്ന സൂറത്താണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ എന്ന് പറയുന്ന സൂറത്ത്. ഇനി വരാനിരിക്കുന്ന ആയത്താണ്. വരാനിരിക്കുന്ന ആയത്ത് ഏതാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ഭൂമി വർത്തമാനം പറയുന്നതാണ്. ഭൂമി വർത്തമാനം പറയും, ഭൂമി സംസാരിക്കും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് ഭൂമി വർത്തമാനം പറയും. എന്ത് വർത്തമാനം? മനുഷ്യരെല്ലാം ഭൂമിയുടെ പരപ്പിലൂടെ, ഭൂമിയുടെ മുകളിന്റെ പരപ്പിലൂടെ നടന്നപ്പോൾ തോന്നിവാസം പ്രവർത്തിച്ചവരാണ് നാം. ഈ കാല് കൊണ്ട് ഹറാമിലേക്ക് നടന്നു, കൈകൊണ്ട് ഹറാം ചെയ്തു. വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം ഹറാമായ കാര്യങ്ങൾ നാം ഭൂമിയിൽ വച്ച് ചെയ്തതാണ്. അതൊന്നും വിട്ടു പോകാതെ ഭൂമി യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി വിളിച്ചു പറയുന്നതാണ്. ഈ കാര്യം ഓർക്കേണ്ടതുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ, മനസ്സ് പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി വർത്തമാനം പറയും. നോക്കാൻ നേരത്തെ ഭൂമി നിശ്ചലമായി കിടക്കുന്നു. ഇപ്പൊ ഭൂമി നിശ്ചലമായി കിടക്കണമെന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ ഖിയാമത്ത് നാളാകുമ്പോൾ, ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ, കിടുകിട വിറക്കുമ്പോൾ ഭൂമി നമ്മളോട് സംസാരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് വിളിച്ചു പറയും. എന്നിട്ട് യൗമഇദിൻ യസ്തുറുന്നാസു അശ്താതൻ ലിയറൂ അഅമാലഹും, മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി അവർ സംഘമായി പുറപ്പെടുന്നതാണ്. സംഘമായി പുറപ്പെടും. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നു. അല്ലാഹു തആല ഈ ആയത്തിന്റെ തുടർന്ന് പറയുകയാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും അണുമണിത്തോക്കും നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നതാണ്, പ്രതിഫലം ലഭിക്കും. എന്നാൽ
എന്തെങ്കിലും മുസീബത്തുകൾ ശർറാകാരി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതും അവൻ കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഭയാനകമായ ദിവസമാണ് ആ ഖിയാമത്ത് നാളിന്റെ ഹിസാബിന്റെ ദിവസം നാം ഓർക്കേണ്ടതുണ്ട്. ഈ ദിവസത്തെ കുറിച്ചാണ് മനുഷ്യരെല്ലാവരും ഓർക്കേണ്ടത്, ഭയപ്പെടേണ്ടത്, ചിന്തിക്കേണ്ടത്. അവൻ ദുഃഖിക്കേണ്ടത് ഖിയാമത്ത് നാളിന്റെ ദിവസത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ? എങ്ങനെയാണ്? നമ്മൾ പള്ളിയിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിൽ പോയി കിടക്കുന്നു, സുഖമായ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഭൂമിയിലൂടെ നടക്കുന്നു. അങ്ങനെയാണോ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കും? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അന്നത്തെ ദിവസം മനുഷ്യരെല്ലാം വിട്ടേച്ചോടുന്നതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. അവന്റെ ഉമ്മയെയും ബാപ്പയെയും സഹോദരന്മാരെയെല്ലാം വിട്ടേച്ചുകൊണ്ട് അവൻ പേടിച്ചു ഓടുന്നതായ ദിവസം ഖിയാമത്ത് നാളിന്റെ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. വസ്വാഹിബതിഹി വബനീഹി. നമ്മുടെ ഭാര്യമാരുണ്ട്, പത്നിമാരുണ്ട്, സ്നേഹത്തോടു കൂടി നാം സല്ലപിക്കുന്ന സംസാരിക്കുന്ന ഭാര്യമാരുണ്ട്, വാത്സല്യത്തോടു കൂടി നാം തടകുന്ന നമ്മുടെ മക്കളുണ്ട്. അവരെയെല്ലാം വിട്ടേച്ചുകൊണ്ട് നാം ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് നാം ദുനിയാവിൽ അന്ന് ഖിയാമത്ത് നാളിൽ ഓടുന്നതാണ്. വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എങ്ങോട്ടാണ് ഓടാനുള്ളത്? എങ്ങോട്ടാണ് ഓടാനുള്ളത്? ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ അല്ലാഹു തആല ഹിസാബ് എടുക്കുന്നതായ വേളയിൽ, ഖിയാമത്ത് നാളിന്റെ വേളയിൽ ഐനൽ മഫർ, എങ്ങോട്ടാണ് നമുക്ക് ഓടാനുള്ളത്? കല്ലാ ലാ വസർ. ഒരു കാര്യവുമില്ല, ഓടിയിട്ടില്ല, ഒരു കാര്യവുമില്ല. ഖിയാമത്ത് നാളിന്റെ ദിവസത്തെ കുറിച്ചാണ് ഓർക്കേണ്ടത്. ഖിയാമത്ത് നാൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലേ? മരണവീടുകളിൽ മരണാനന്തര പ്രവർത്തനങ്ങൾ എപ്പോഴും ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. ഈ യാസീനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമ്മുടെയൊക്കെ കണക്കെടുക്കുന്നതായി, ഹിസാബ് എടുക്കുന്നത് എങ്ങനെ എന്ന് പറയുന്നതായ സൂറത്ത് യാസീൻ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ കണക്കെടുക്കുന്നത്, ഹിസാബ് എടുക്കുന്നത്? നാളെ കണക്കെടുപ്പിന്റെ ദിവസമല്ലേ അല്ലേ? നാളെ ഫലപ്രഖ്യാപനത്തിന്റെ കണക്കെടുക്കുന്നതിന്റെ ഹിസാബിന്റെ ദിവസമാണ്. എന്നാൽ അല്ലാഹു തആല മനുഷ്യരാകുന്ന നമ്മളെയൊക്കെ ഹിസാബ് എടുക്കുന്നത് ഏത് രൂപത്തിലാണെന്നറിയുമോ? സൂറത്ത് യാസീൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യരുടെ വായകൾ അല്ലാഹു തആല അന്നത്തെ ദിവസം സീൽ വെക്കുന്നതാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യരുടെ നാവുകൾ, മനുഷ്യന്റെ വായകൾ അല്ലാഹു തആല അന്നത്തെ ദിവസം സീൽ വെക്കും. വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായ സീൽ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആലയോട് സംസാരിക്കുന്നത് വതുകല്ലിമുനാ അയ്ദീഹിം. മനുഷ്യരുടെ കൈ സംസാരിക്കുന്നതാണ്. നമ്മുടെ കൈ സംസാരിക്കും. ഹിസാബ് എടുക്കുന്ന വേളയിൽ കൈയാണ് സംസാരിക്കുന്നത്. കൈ സംസാരിക്കുന്നു മാത്രമല്ല, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാല് സാക്ഷി നിൽക്കുന്നതാണ്. കാല് സാക്ഷി നിൽക്കുന്നതിന് നാം ചെയ്ത പ്രവർത്തനങ്ങൾ കൈ പറയും, കൈ സംസാരിക്കും അല്ലാഹുവിനോട്. വതുകല്ലിമുനാ അയ്ദീഹിം, കൈ സംസാരിക്കും. കൈ പറയുന്ന കാര്യങ്ങൾക്ക് വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ പറയുന്ന കാര്യങ്ങൾക്ക് കാല് സാക്ഷി പറയും. സഹോദരങ്ങളെ, ദുനിയാവിൽ നാം വായ വെച്ചുകൊണ്ട് നമ്മുടെ മൗത്ത് വെച്ചുകൊണ്ട് വായ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലേ?
ദുനിയാവിൽ നമുക്ക് സംസാരിക്കാൻ അല്ലാഹു തആല വായ നൽകിയിട്ടുണ്ട്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ വായല്ല സംസാരിക്കുന്നത്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ വായല്ല സംസാരിക്കുന്നത്, കൈ സംസാരിക്കും. അല്ലാഹുവോട് പറയും, ഈ മനുഷ്യൻ, ഇനി ഇരിക്കുന്ന മനുഷ്യൻ നിന്ന വീട്ടിൽ പോയി അന്യ സ്ത്രീയുമായി സംസാരിച്ചു, അവളോടുമായി സല്ലപിച്ചു, അല്ലെങ്കിൽ പലിശക്ക് അവൻ ബാങ്കിൽ പോയി പലിശ എടുക്കാൻ പോയി, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ തോന്നിവാസം പറഞ്ഞു, ആര് സംസാരിക്കും? കൈ സംസാരിക്കും. ഈ കൈ സംസാരിക്കുന്ന കാര്യം ആര് സാക്ഷി പറയുന്നതായ ദിവസം, ആ ദിവസത്തെ കുറിച്ച് ഓർക്കുക. യൗമുൽ ഹിസാബിനെ കുറിച്ച് ഓരോ മുഅ്മിനായ മനുഷ്യൻ ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല സൂറത്ത് യാസീനിലൂടെ പറയുന്ന ആയത്താണ്. ഈ ആയത്ത് എത്ര തവണ ഓതിയിട്ടുണ്ട്? ഈ ആയത്ത് എത്ര തവണ നാം ഓതിയിട്ടുണ്ട്? അപ്പോഴൊന്നും ഈ ആയത്തിന്റെ, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പിടിയിട്ടില്ല അല്ലേ? ഓർത്തു വെക്കണം. ഈ ആയത്ത് സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഓർത്തു വെക്കണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഓതുമ്പോൾ ചങ്കീനോട് പൊട്ടണം, കിടുകിടം നമ്മുടെ ഹൃദയങ്ങൾ വേദനിക്കണം. അല്ലാഹുവേ എന്നീ പറയണത് ഖുർആൻ നമ്മളോട് പറയണം. ഈ ഇരിക്കുന്ന ഖുർആനൊക്കെ നമ്മളോട് സംസാരിക്കാൻ പടച്ചവന്റെ കലാമാണല്ലോ. ഈ ഇരിക്കുന്ന ഖുർആനൊക്കെ യാസീൻ നാം ഓതുന്ന അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, മനുഷ്യ നിന്റെ വായ അല്ലാഹു തആല സീലി വെക്കും, എന്നിട്ട് സംസാരിക്കുന്നതിന്റെ കൈയായിരിക്കും. ആ കൈക്ക് കാല് സാക്ഷി പറയുന്നത്. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ യാസീൻ രാവിലെ വൈകിട്ട് ഉച്ചക്ക് ഇങ്ങനെ ഓതാം. ചില ഉസ്താദന്മാരെ സ്വഭാവം ശരിയാവാൻ വേണ്ടി, എൻ്റെ കുട്ടിക്ക് സ്വഭാവം ശരിയാവണം ഉസ്താദെ, എൻ്റെ അടുത്ത് വരാറുണ്ട് ചില ആളുകൾ വരാറുണ്ട്. എൻ്റെ കുട്ടിക്ക് സ്വഭാവം ശരിയാവണം, ഭർത്താവിൻ്റെ സ്വഭാവം മോശം. അപ്പൊ ഞാൻ പറയുന്നത് സൂറത്ത് എന്നറിയും, സൂറത്ത് യാസീൻ. എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് യാസീൻ രാവിലെ വൈകിട്ടും നിങ്ങൾ ഓതണം. രാവിലെ സുബഹിക്ക് നിസ്കാരത്തിന് ശേഷം കിടക്കാൻ നേരത്തെ ഇശാക്ക് മുമ്പായിട്ട് സൂറത്ത് യാസീൻ ഓതണം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണെന്നറിയും, ഈ ആയത്ത് 22, ഈ ആയത്ത് സൂറത്ത് യാസീനാണല്ലോ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പഠിച്ചു വെച്ചു. ഈ ആയത്ത് ഇപ്പോൾ പഠിച്ചു വെച്ചു. അഫ്വാഹിഹിം നഖ്തിമു അലാ അഫ്വാഹിഹിം കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, വായ് സീലി വെക്കുന്നു, കൈ സംസാരിക്കുന്നു, കാല് സാക്ഷ്യം പറയുന്നു എന്ന് ഇങ്ങനെ ഓർക്കണം. ആ മനുഷ്യനിങ്ങനെ ഓർത്തുകൊണ്ട് സ്വഭാവം കേടായ, സ്വഭാവം അടക്കായ, സ്വഭാവം മോശമായി മനുഷ്യൻ ഇങ്ങനെ ആയത്തിൽ സൂറത്ത് യാസീൻ രാവിലെ വൈകിട്ട് ആയത്തിൽ ചിന്തിച്ചുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ സ്വഭാവം ശരിയാവൂലേ? അല്ലേ? അല്ലേ? തീർച്ചയായും ശരിയാവും. ഇപ്പൊ ശരിയായില്ലെങ്കിൽ ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? സ്വഭാവം ശരിയാവാൻ വേണ്ടി ഉസ്താദന്മാരുടെ അടുക്കലൊക്കെ വരും. ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുന്ന ആയത്തിൽ സൂറത്ത് ഫാത്തിഹ ഓതുക, സൂറത്ത് യാസീൻ രാവിലെ വൈകിട്ട് ഓതുക. എന്നിട്ട് ഉസ്താദ് ശരിയായില്ല, ഇപ്പോഴും പഴയ പോലെ തന്നെ ഉസ്താദ്. ശരിയാവാത്ത ഉസ്താദിന്റെ കുഴപ്പമില്ല, ആരുടെ കുഴപ്പമോ? യാസീന്റെ അർത്ഥങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോ ദർസിൽ വന്ന് യാസീന്റെ അർത്ഥം പഠിക്കാൻ നിൽക്കണ്ട. ഇതുപോലെയുള്ള സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ, ജുമാ പ്രഭാഷണങ്ങൾ, ആയത്തൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ ഡെയിലി ഓതുന്ന ആയത്തുകൾ നമ്മൾ ഓർത്തു വെക്കും. പരമാവധി യാസീന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഓരോ വാക്കിന്റെ അർത്ഥം പഠിക്കുന്നതും സാധ്യമല്ല, ആശയം പഠിക്കണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം. എന്താ ഈ പറയുന്നത്? വായ് സീലി വെക്കുന്ന ആയത്താണ് ഈ പറയുന്നത്. അങ്ങനെ ഓർമ്മ വരണം. ഓരോ വാക്കിന്റെ അർത്ഥം പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഭയപ്പെടേണ്ടത് ഏത് ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ്? നാളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഓർക്കുമ്പോഴാണ് നാം ഭയപ്പെടേണ്ടത്. അവിടെയൊന്നും ഭയപ്പെടേണ്ടതില്ല. കേവലം 5 വർഷം നൈമിഷികമാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. ഓർക്കുന്നത്, ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നൈമിഷികം. വഹനി സംതപ്ത എന്ന് പറഞ്ഞതുപോലെ ഇത് ക്ഷണം പങ്കുരം. കൊല്ലന്റെ ആലയിലേക്ക് ആ ഒരു കൊല്ലന്റെ ആലയിലാണ് നമ്മൾ ഇരുമ്പ് പഠിപ്പിക്കുന്നത്. ആ ഇരുമ്പിലേക്ക് ഒരു വെള്ളത്തുള്ളി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ക്ഷണം പങ്കുരം പെട്ടെന്ന് തന്നെ ഇല്ലാതായിപ്പോ. അതുപോലെയാണ് കണ്ണടച്ച് തീരുമ്പോൾ തന്നെ ദുനിയാവിന്റെ ജീവിതം കഴിഞ്ഞു എന്നത് പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷമുള്ളൂ, 5 വർഷം ഇത്ര ഉള്ളൂ. അപ്പൊ അതൊന്നും ഓർത്തുകൊണ്ട് ആരും ഭയപ്പെടാനോ ഭീതി ഉണ്ടാക്കാനോ സങ്കടപ്പെടാനോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കാനല്ലേ ഈ പറയുന്നത്. അതിൽ നിന്നും മാറി നിൽക്കാൻ മുസ്ലിം സമുദായം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചില സ്ഥാനങ്ങളും ചില മാനങ്ങളും ചില കരുത്തും നമുക്കുള്ള സ്ഥാനമാനങ്ങളൊക്കെ വേണം. അതിനുവേണ്ടി നമ്മൾ പോരാടണം. അല്ലാഹു തആല നമുക്ക് ഹൈറായ സ്ഥാനാർത്ഥികൾ
സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറായ മുസ്ലിം സമുദായത്തിനും നാടിനും മുഴുവൻ എല്ലാവർക്കും ഗുണമുള്ള ഒരു വിജയി അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനായ മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് യൗമുൽ ഹിസാബിനെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ കച്ചവടം ചെയ്യുന്നുണ്ട് അല്ലേ? കച്ചവടം ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, തൊഴിലെടുക്കുന്നു. അതുപോലെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ആയിരുന്നാൽ തന്നെയും ഇവന്റെ ബിസിനസ്സും ഇവന്റെ കച്ചവടവും ഇവന്റെ കോടിക്കണക്കിനുള്ള സാമ്രാജ്യം മുതലുണ്ടെങ്കിൽ തന്നെയും ചില ആളുകൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും വരാനിരിക്കുന്നതായ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള പേടിയും ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. എത്ര വലിയ സാമ്രാജ്യമാണെങ്കിലും, കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിലും, എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വരാനിരിക്കുന്ന യൗമുൽ ഹിസാബിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. റിജാലുൻ, ചില മനുഷ്യന്മാരുണ്ട് അല്ലാഹു തആലക്ക് ഭൂമിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കോർച്ചോർക്കുന്നതിനെ സംബന്ധിച്ച് ഇവന്റെ കച്ചവടം പ്രശ്നമല്ല. വലാ ബൈഉൻ, ഇവന്റെ കച്ചവടം പ്രശ്നമല്ല, ഇവന്റെ ബിസിനസ് പ്രശ്നമല്ല. ലാ തുൽഹിഹിം തിജാറ, ഇവന്റെ കച്ചവടം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിന് തടസ്സമല്ല. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിന് തടസ്സമല്ല. വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിനും തടസ്സമല്ല. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നതിനും അല്ലാഹുവുമായിട്ടുള്ള ഹക്കിടപാടുകൾ ചെയ്തു തീർക്കുന്നതിനെ കുറിച്ച് റബ്ബിനെ കുറിച്ചോർക്കാൻ ഇവിടെ തടസ്സമില്ല. എന്ത് വലിയ കച്ചവടമാണെങ്കിലും യഖാഫൂന, ഇവർ ഭയപ്പെടുന്നതാണ് യൗമൻ, ഒരു ദിവസത്തെ കുറിച്ച്. ഈ പറഞ്ഞ ആളുകൾ ഒരു ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ്. ഏത് ദിവസമാണ്? തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ കണ്ണും ഭയപ്പെടുന്നതായ ദിവസമുണ്ട്. ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് പേടിയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ ബിസിനസ്സുകാരനായിരിക്കും, പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനൊക്കെ ഇവര് നേരമുണ്ട്, പേടിയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. പല്ലാരിമൽ തന്നെയുണ്ട്. പല്ലാരിമലത്ത് വലിയൊരു ബിസിനസ്സുകാർ നിസ്കരിക്കാൻ പോകും. പല്ലാരിമലത്ത് പള്ളിയിൽ ഒരു ബിസിനസ്സുകാർ നിസ്കരിക്കാൻ പോകും. ഇശാക്ക് വന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾ വരാറുണ്ട്. ആരും പേര് പറയണില്ല, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അറിയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അയാള് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട്, അപ്പൊ നമ്മളൊക്കെ 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് സ്ഥലം വിടില്ലേ? ഈ വലിയ ബിസിനസ്സുകാരനാണ്. ഈ പുള്ളി 12 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടാണ് പള്ളിയിൽ പോയത്. വലിയ ബിസിനസ്സുകാരനാണ്. നമ്മള് പള്ളിയെ മുദ്രിസും ഹദീമും മുഅദ്ദിനും മുത്താലികളും 3 റക്അത്ത് ചെയ്യാൻ പറ്റും. ഈ മൂപ്പര് പള്ളിയിൽ കയറിയിട്ട് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് സ്ഥലം വിട്ടു. അങ്ങനെയുള്ള ആളുകളുണ്ട് ദുനിയാവിൽ. അതുകൊണ്ട് നാം എന്ത് ജോലി ചെയ്താലും, എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ നേരമുണ്ടാകണം, റബ്ബിനെ കുറിച്ച് ഓർക്കാൻ നേരമുണ്ടാകണം. ഓർക്കുക മാത്രമല്ല, ഹൃദയം പേടിയുണ്ടാകണം. അല്ലാഹു നമ്മെ കാണുന്നുണ്ട്, അല്ലാഹു തആല കാണുന്നുണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള ചിന്തയിൽ ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനാകുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, മഹാനാകുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന അശദ്ദ മാ അഖാഫു അലാ നഫ്സി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മഹാനാകുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനാകുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് മഹാനവറുകൾ. ഈ സ്വഹാബി വര്യൻ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഖിയാമത്ത് നാളിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യമുണ്ട്. അത് ഏതാണെന്നറിയുമോ? അയ്യുഖാല ലീ യാ അബൂ ദർദാ, എന്നോട്
അല്ലാഹു തആല ചോദിക്കലാണ് ഖിയാമത്ത് നാളിൽ ഹിസാബ് എടുക്കുമ്പോൾ അല്ലാഹു തആലയുടെ ഒരു ചോദ്യമാണ് ഞാൻ ഭയപ്പെടുന്നത്. മഹാനവറുകൾ ആ ചോദ്യത്തെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കുന്നതായ നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നതായ ചോദ്യത്തെക്കുറിച്ച് മഹാനവറുകൾ പറയുകയാണ്. അല്ലാഹ് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ യാ അബൂ ദർദാ, ഓ അബൂ ദർദാ, ഖദ് അലിംത, നീ എന്താണ് പ്രവർത്തിച്ചത്? ഖദ് അലിംത, നീ മനസ്സിലാക്കിയില്ലേ? നീ ഇന്ന കാര്യങ്ങൾ ദീനിൽ പഠിച്ചില്ല. ഖദ് അലിംത, നീ മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് വകൈഫ അമിൽത ഫീമാ അലിംത, നീ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചുവോ? അബൂ ദർദാ, നീ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചുവോ എന്ന് അല്ലാഹു തആല എന്നോട് ചോദിക്കുമല്ലോ. ആ ചോദ്യമാണ് ഞാൻ ഭയപ്പെടുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്, സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാജുമാ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ വാഴ പരമ്പരകളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. ഒരു കാര്യം മാത്രം പറയുകയാണ്, അന്യ സ്ത്രീയുമായി സംസാരിക്കൽ ഹറാമല്ലേ? നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ്? വീട്ടിലെ പരിപാടികൾ എങ്ങനെയാണ്? ആർക്കും ലജ്ജയില്ല, ഹയായില്ല, എവിടെയും ചേർന്നുകൊണ്ട് സംസാരിക്കാം. ഇങ്ങനെ സംസാരിച്ച് എവിടെ എത്തുന്നു? അവൻ വ്യഭിചാരത്തിലേക്ക് എത്തുകയാണ്. വ്യഭിചാരം ഹറാമാണ്, അതുപോലെ പലിശ ഹറാമാണ്, മറ്റുള്ളവന്റെ ഗീബത്ത് നമീമത്ത് പറയൽ ഹറാമാണെന്ന് നീ മനസ്സിലാക്കിയില്ല മനുഷ്യ. എന്നിട്ട് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ, മഹാനവറുകൾ ഭയപ്പെടുന്ന ചോദ്യം ഇതാണെങ്കിൽ നമ്മുടെ കാര്യം പറയാനില്ല. അതുകൊണ്ട് നാളെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഓർത്തുകൊണ്ടല്ല മുഅ്മിനായ മനുഷ്യൻ ഭയപ്പെടേണ്ടത്. ഈ ഒരു ചോദ്യം നാളെ ചോദിക്കും. അതുപോലെ നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഈ ജുമായുടെ പ്രഭാഷണത്തിൽ ഈ ഉസ്താദ് പറയുക ഇന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് അല്ലാഹു തആല നാളെ ചോദിക്കും. ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, മനസ്സിലുണ്ടാകണം. ഈ ഒരു ചോദ്യമാണ് നാം ഭയപ്പെടേണ്ടത്. അല്ലാഹു തആല നമുക്ക് നല്ല രീതിയിൽ ഹിസാബില്ലാതെ രക്ഷപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.